ഹെൽത്തിലെ പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ കൂടി ശമ്പളം നൽകി കമ്പനി. തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയുടെ ഭാഗമായാണ് പിരിച്ചുവിടൽ ആനുകൂല്യമായി തുക നൽകിയത്. നേരത്തെ 2 മാസത്തെ ശമ്പളം നൽകിയിരുന്നു. സ്നേഹ മോൾ 9 വിവരങ്ങൾ നൽകും. സ്നേഹ, ജീവനക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. നേരത്തെ 2 മാസത്തെ ശമ്പളം നൽകി അവരെ പിരിച്ചുവിടാനായിരുന്നു നീക്കമെങ്കിൽ കുറച്ചുകൂടി ഒരു ശ്വാസമെടുക്കാനുള്ള സമയം അവർക്ക് കിട്ടുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഈ പൈസ വിതരണം നടത്തിയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, ഇക്കഴിഞ്ഞ 3-ാം തീയതി ആയിരുന്നു കോറോ ഹെൽത്തിൽ ഒരു കൂട്ടപ്പിരിച്ചുവിടൽ നടന്നത്. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ കോഡിംഗ് കമ്പനിയാണ്. 800-ലധികം ജീവനക്കാരാണ് ഈ കമ്പനിയിൽ, കൊച്ചിയിലും കോഴിക്കോടുമായുള്ളത്. അപ്പോൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ തന്നെ ഇവരെ പിരിച്ചുവിട്ടു എന്നതായിരുന്നു പരാതി. അതേ തുടർന്ന് ഈ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ പ്രതിഷേധമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അന്നേ ദിവസം തന്നെ ഈ ലേബർ ഓഫീസറുടെയും സ്ഥലം MLA-യുടെയും ഒക്കെ നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. കഴിഞ്ഞ 3 പ്രാവശ്യമായി തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിലുമൊക്കെ ചർച്ച നടന്നിരുന്നു. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു അനുനയ ശ്രമമൊക്കെ നടത്താൻ ശ്രമിച്ചിരുന്നു. ഇത് തൊഴിൽ നഷ്ടമാണ്, അതുകൊണ്ടാണ് ഈ ജീവനക്കാരെ പിരിച്ചുവിടുന്നത് എന്നാണ് കമ്പനി പറഞ്ഞിരുന്നത്. ഇവരെ പിരിച്ചുവിട്ടത് 3-ാം തീയതി ആണെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ 4-ാം തീയതി ഇവർക്ക് 2 മാസത്തെ സാലറി അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്തിരുന്നു. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അന്വയ ശ്രമങ്ങളൊക്കെ ഉണ്ടായി എങ്കിലും ഏറ്റവും ഒടുവിൽ കമ്പനി ഒരു ധാരണയിലെത്തി. ഇന്ന് വൈകുന്നേരം 5 മാസത്തെയും കൂടി സാലറി ഇപ്പോൾ ഈ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിരിക്കുന്നത്. അങ്ങനെ ആദ്യം 2 മാസത്തെ സാലറിയാണ് ക്രെഡിറ്റ് ആയെങ്കിൽ ഇപ്പോൾ 5 മാസത്തെയും കൂടെ സാലറി. അങ്ങനെ നോക്കുകയാണെങ്കിൽ 7 മാസത്തെ സാലറി കൂടി ഈ കമ്പനി പറഞ്ഞത് പ്രകാരം, സർക്കാരിന് ഉറപ്പ് നൽകിയത് പ്രകാരം ഇപ്പോൾ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിരിക്കുകയാണ്. ശ്രീജ, ശരി. സ്നേഹ മോൾ 9 വിവരങ്ങൾ നൽകിയത്. 5 മാസത്തെ ശമ്പളം കൂടി ഇപ്പോൾ ഈ കോറോ ഹെൽത്തിലെ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ 7 മാസത്തെ ശമ്പളമാണ് നഷ്ടപരിഹാരമായി അവർക്ക് ലഭിക്കുന്നത്.